ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പർവലിൻ്റെ ഒരു സബ്ജിയാണ് കേട്ടോ കാണിക്കുന്നത്. പർവൽ എന്ന് പറഞ്ഞാൽ പോയിൻറ്റഡ് ഗേർഡ് എന്ന് പറയും. അതുപോലെ തന്നെ ഇതിന് നാട്ടിലൊക്കെ ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. ഇപ്പം മലയാളത്തിൽ ഇതിന് പൊട്ടൽ അല്ലെങ്കിൽ പട്ടോലം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളൊക്കെ താമസിക്കുന്ന ഏരിയയിൽ ഇതിനെന്താ പേര് പറയുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതൊരു മീഡിയം സൈസിലുള്ള ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ തൊലി അധികം കട്ടിയില്ലാത്തതാണെങ്കിൽ തൊലിയോട് കൂടി തന്നെ ഉണ്ടാക്കാം. കുറച്ചിങ്ങനെ മൂത്തിട്ട് തൊലി നല്ല കട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇത് തൊലി ഒന്ന് കളഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ മീതെ ഉള്ള ലൈൻസ് കാണുമ്പോൾ നമുക്കിങ്ങനെ അണ്ണാരക്കണ്ണൻ്റെ മീതെ ഇങ്ങനെ ലൈൻസ് കണ്ടിട്ടില്ലേ, എൻ്റെ ബോഡിയുടെ മീതെ, അതുപോലെ തോന്നുന്നില്ലേ? ഇപ്പോൾ ഇത് അധികം ഇങ്ങനെ മൂക്കാത്തതാണെങ്കിൽ ഇതിൻ്റെ കുരും ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തതിൻ്റെ തൊലി അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അത് കാരണം ഞാൻ പീലർ ഉപയോഗിച്ചിട്ട് ഒന്ന് പീൽ ചെയ്യാണ്. അപ്പോൾ അത് പിന്നെ വല്ലാതെ ഇങ്ങനെ വെളുത്ത നിറത്തിൽ മൊത്തം ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കേണ്ട ഒരു കാര്യമില്ല. കുറച്ച് അവിടെ ഇവിടെയൊക്കെ തൊലി നിന്നാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഇത് മുറിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 2 ഉരുളക്കിഴങ്ങ് കൂടി തൊലി കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് വേണ്ടെങ്കിൽ അതില്ലാതെ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഉരുളക്കിഴങ്ങ് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് തക്കാളി ഒന്ന് അടിച്ചെടുക്കാണ്ട് അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 2 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് അധികം അങ്ങനെ പുളിയില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തക്കാളിക്ക് പുളി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 തക്കാളിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള 1-2 പച്ചമുളക് ചേർക്കുക. ഇത് 3 കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇത് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഈ പർവളും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് കിട്ടുക. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. വല്ലാതെ അങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഒരു 3-4 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇനി ഇത് കോരി മാറ്റാം. അപ്പോൾ ഇത് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഒട്ടും ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇനി ചെറിയ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. ഈ ഒരു സവാളയുടെ കൂടെ 2 ചെറിയ വെളുത്തുള്ളി 2 എണ്ണം ചതച്ചതും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട് ഞാൻ. അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റുക. ഈ മസാല ഇതുപോലെ വഴറ്റുമ്പോൾ കരിയുന്ന പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ആ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ഒന്ന് തിളച്ചിട്ട് ആ എണ്ണ മീതങ്ങനെ തെളിയും. അങ്ങനെ ആകുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. പിന്നെ മസാല കരിഞ്ഞു പോകില്ല കേട്ടോ. അത് നല്ലൊരു ടിപ്പാണ്. അതുപോലെ തന്നെ ആ ഉള്ളിയിൽ നിന്ന് എണ്ണ പെട്ടെന്ന് സെപ്പറേറ്റ് ആയിട്ട് വരും. ഇപ്പോൾ കണ്ടില്ലേ, എണ്ണ പെട്ടെന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ തക്കാളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ കൂടി അരച്ചത് ചേർക്കാം. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചേർത്താൽ മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. എന്നിട്ട് അതൊന്ന് ഇതെല്ലാം വെന്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് എണ്ണ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരണം. ഇനി ഇതിലേക്ക് ആ വഴറ്റി വെച്ച ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ പർവളും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് തിളച്ച വെള്ളം കൂടി ചേർക്കുക കേട്ടോ. നോർമൽ വെള്ളം ചേർക്കരുത്. ഉപ്പൊക്കെ നോക്കിയിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ അതാ പാകത്തിന് വെന്ത് എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിതിങ്ങനെ അധികം ഗ്രേവിയോടൊക്കെയാണ് എല്ലാം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ചപ്പാത്തിക്കൊക്കെ ഇങ്ങനെ അധികം ഇങ്ങനെ ഗ്രേവി ഇല്ലാതെ ആയിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ സൈഡിലൊക്കെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? അവസാനം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഗരം മസാല അവസാനം ചേർക്കുന്നത് അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടാതിരിക്കാനാണ്. ആദ്യം നമ്മൾ മസാലയുടെ കൂടെ വഴറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെട്ടിട്ട് നമുക്ക് വീണ്ടും ചേർക്കേണ്ടി വരും. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ളൊരു സബ്ജിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക് യു.